ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ദിസ് ഇസ് ശ്രീകുട്ടൻ ഹിയർ. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചാണ്. നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഏത് മത്സര പരീക്ഷ നോക്കിയാലും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റൊമാൻറ്റിക് ഏജ്. അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹം ഒരു മികച്ച കവിയാണ്, ഒരു ക്രിട്ടിക്കാണ്. സോ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. വില്യം വേർഡ്സ്വർത്ത്. സോ അദ്ദേഹത്തിന്റെ ഒരു ടൈം ലൈൻ ഓർത്ത് വെക്കുക. 1770 തൊട്ട് 1850 വരെ. അദ്ദേഹം ജനിച്ചത് കോക്കർ മൗത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ലേക്ക് ഡിസ്ട്രിക്ട് ഇൻ നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട്. മെറ്റ് ദ ഹച്ചിൻസൺസ് ഇൻ ഹിസ് സ്കൂൾ ഡേയ്സ്. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, ആ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം ഹച്ചിൻസൺസിനെ കണ്ടുമുട്ടി. അതിൽ മേരി എന്ന് പറയുന്ന മേരി ഹച്ചിൻസൺ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, ഹു ഹാപ്പൻ ടു ബി ഹിസ് ഫ്യൂച്ചർ വൈഫ്. ഫസ്റ്റ് പോം ടു ബി പബ്ലിഷ്ഡ്. അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട കവിത ഏതാണെന്ന് നമുക്ക് നോക്കാം. യൂറോപ്യൻ മാഗസീനിൽ 1787 അദ്ദേഹം ഒരു കവിത രചിച്ചു, അത് പബ്ലിഷ് ചെയ്ത് വന്നു. അതിന്റെ പേര് ഓൺ സീയിങ് മിസ് ഹെലൻ മറിയ വില്യംസ് വീപ്പ് അറ്റ് എ ടെയിൽ ഓഫ് ഡിസ്ട്രസ് എന്നാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫസ്റ്റ് പോം ടു ബി പബ്ലിഷ്ഡ് ബൈ വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്തിൻ്റെതായിട്ട് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തു വന്ന കവിത ഓൺ സീയിങ് മിസ് ഹെലൻ മറിയ വില്യംസ് വീപ്പ് അറ്റ് എ ടെയിൽ ഓഫ് ഡിസ്ട്രസ് എന്നതാണ്. ഡ്യൂറിംഗ് ദിസ് ടൈം ഹി സെറ്റ് ഔട്ട് ഓൺ എ വാക്കിംഗ് ടൂർ ഓഫ് ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് ആൻഡ് ജർമ്മനി. ദ ടു ഏർലി കളക്ഷൻസ് ഓഫ് പോംസ്. അദ്ദേഹത്തിന്റെ വാക്കിംഗ് ടൂറിന് ശേഷം 2 കളക്ഷൻ ഓഫ് പോംസ് അദ്ദേഹം രചിച്ചു. ഒന്നിന്റെ പേര് ആൻ ഈവനിങ് വാക്ക്, മറ്റൊന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്കെച്ചസ് എന്നാണ്. സോ ഓർത്ത് വെക്കുക, ഒന്ന് ഈവനിങ് വാക്ക്, മറ്റൊന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്കെച്ചസ്. ഇത് രണ്ടും 1793 പബ്ലിഷ് ചെയ്യുന്നത്. ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം എഴുതിയത്. സോ ഡ്യൂറിംഗ് ദാറ്റ് ടൈം ഹി സെറ്റ് ഔട്ട് ഓൺ എ വാക്കിംഗ് ടൂർ ഓഫ് ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് ആൻഡ് ജർമ്മനി, ആൻഡ് subsequently he wrote 2 collections, an evening walk and descriptive sketches, both in the year 1793 to commemorate this walking tour. In 1791 during his visit to France, അദ്ദേഹം ഫ്രാൻസിൽ പോയ സമയത്ത് he fell in love with Annette Wallen. ആനറ്റ് വാലനുമായി അദ്ദേഹം പ്രണയത്തിലാവുന്നു. with whom he had a daughter. ആനറ്റ് വാലനുമായിട്ട് അദ്ദേഹത്തിന് ഒരു മകൾ ഉണ്ടാകുന്നു. മകളുടെ പേര് കാർലിൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽ ആയിരുന്നു, ഓർത്ത് വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ്, വേർഡ്സ്വർത്ത് returned to England even before Caroline was born. സോ ഈ കാർലിൻ എന്ന മകൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരേണ്ടി വന്നു. ആൻഡ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ആനറ്റ് ആൻഡ് ദിയർ ഡോട്ടർ ഫോർ 10 years. 10 വർഷത്തോളം ഈ അമ്മയുടെ മകളിൽ നിന്ന് അദ്ദേഹം അകന്ന് ജീവിക്കേണ്ടി വന്നു. പല കാരണങ്ങളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, മാത്രമല്ല ഇംഗ്ലണ്ടിൽ ഫ്രാൻസുമായിട്ടുള്ള യുദ്ധം. ഈ 2 കാരണങ്ങളാൽ അദ്ദേഹത്തിന് 10 വർഷത്തോളം അമ്മയിൽ നിന്നും മകളിൽ നിന്നും അകന്ന് ജീവിക്കേണ്ടി വന്നു. He visited Annette along with Dorothy in 1802. പിന്നീട് അദ്ദേഹം ആനറ്റിനെയും മകളെയും കാണുന്നത് ഡൊറോത്തിക്കൊപ്പമാണ്. 1802 ഷോർട്ട്ലി ബിഫോർ ഹിസ് മാരേജ് ടു മേരി ഹച്ചിൻസൺ. മേരി ഹച്ചിൻസനെ അദ്ദേഹം കല്യാണം കഴിക്കുന്നതിന് കുറച്ചു നാൾ മുന്നാണ് അദ്ദേഹം വീണ്ടും ആനറ്റിനെ പോയി കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പം ഡൊറോത്തിയും ഉണ്ടായിരുന്നു. വേർഡ്സ്വർത്ത് saw Caroline for the first time and took a memorable seaside walk with the 9-year-old. ആദ്യമായി വേർഡ്സ്വർത്ത് കാരലിനെ കാണുന്ന ദിവസം അന്ന് അവരൊരു മെമ്മറബിൾ സീസൈഡ് വാക്ക് നടത്തി. ആ സംഭവം അദ്ദേഹം ഒരു കവിതയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ കവിതയുടെ പേര് ഇറ്റ് ഇസ് എ ബ്യൂട്ടിയസ് ഈവനിങ് കാം ആൻഡ് ഫ്രീ എന്നാണ്. ഇറ്റ് ഇസ് എ ബ്യൂട്ടിയസ് ഈവനിങ് കാം ആൻഡ് ഫ്രീ. ദ അഫെയർ വിത്ത് ആനറ്റ്. ആനറ്റുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രണയബന്ധം, അതാണ് മറ്റൊരു കവിതയ്ക്ക് പ്രമേയമായത്. അതിന്റെ പേര് വാഡ്രക്കോർ ആൻഡ് ജൂലിയ എന്നാണ്. വാഡ്രക്കോ ആൻഡ് ജൂലിയ. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം കാരലിനെ ആദ്യമായി കാണുന്നെന്ന് അദ്ദേഹം മകളുമായിട്ടൊരു സീസൈഡ് വാക്ക് നടത്തും. ആ കാര്യം അദ്ദേഹം ഒരു കവിതയിൽ പറയുന്നുണ്ട്. ഇറ്റ് ഇസ് എ ബ്യൂട്ടിയസ് ഈവനിങ് കാം ആൻഡ് ഫ്രീ. ആനറ്റുമായിട്ടുള്ള ബന്ധം പ്രതിപാദിക്കുന്ന കവിതയാണ് വാഡ്രക്കോർ ആൻഡ് ജൂലിയ. നെക്സ്റ്റ്, ദ ബോർഡറേഴ്സ്. വേർഡ്സ്വർത്തിനെ ഒരു കവിയായിട്ട് നമുക്കറിയാം, പക്ഷെ പലർക്കും അറിയില്ല വേർഡ്സ്വർത്ത് ഒരു നാടകം എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇൻ 1797 ഹി കംപ്ലീറ്റഡ് ഹിസ് ഓൺലി പ്ലേ. അദ്ദേഹം ഒറ്റ നാടകം എഴുതിയിട്ടുള്ള, അതിന്റെ പേര് ദ ബോർഡറേഴ്സ് എന്നാണ്. A tragedy on the theme of guilt, crime, punishment set during the reign of Henry III. ഹെൻറി തേർഡിന്റെ സമയത്ത് നടക്കുന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു ദുരന്ത നാടകമാണ് ദ ബോർഡറേഴ്സ്. Then we have lyrical ballads. Perhaps അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസിൽ ഒന്നാണ് ലിറിക്കൽ ബാലൻസ്. 1798 വേർഡ്സ്വർത്തും കോൾഡ്രിഡ്ജും they jointly brought out a collection of poems. അതിന്റെ പേരാണ് ലിറിക്കൽ ബാലൻസ്. നമുക്കറിയാവുന്ന കാര്യമാണ് ലിറിക്കൽ ബാലൻസ് വേർഡ്സ്വർത്തും കോൾഡ്രിഡ്ജും ചേർന്ന് രചിച്ചതാണ്. Neither Wordsworth's nor Coleridge's name was given as the author. രണ്ടുപേരുടെയും പേര്, ആരാണ് ഓതർ എന്നുള്ള പേര് ആദ്യത്തെ കളക്ഷനിൽ കൊടുത്തിട്ടില്ലായിരുന്നു. ദ സെക്കൻഡ് എഡിഷൻ, രണ്ടാമത്തെ എഡിഷൻ 1800 വന്നപ്പോൾ it named Wordsworth alone as the author and had a short preface. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, 1800 വന്നപ്പോൾ 1800 എഡിഷനിൽ ഒരു പ്രിഫസ് ഉണ്ടായിരുന്നു.
പക്ഷെ അപ്പോഴും 1800 എഡിഷൻ വന്നപ്പോൾ വേർഡ്സ്വർത്ത് മാത്രമാണ് ഓതർ എന്ന രീതിയിലാണ് ആ എഡിഷൻ പുറത്തു വന്നത്. ദ പ്രിഫസ്, ദ മാനിഫെസ്റ്റോ ഓഫ് ഇംഗ്ലീഷ് റൊമാൻറ്റിക് ക്രിറ്റിസിസം. നമുക്കറിയാം റൊമാൻറ്റിസിസം ഇംഗ്ലണ്ടിൽ ഇനോഗ്രേറ്റ് ചെയ്ത വർക്ക് ആയിരുന്നു ലിറിക്കൽ ബാലൻസ്. ഇറ്റ്സ് ഓൾസോ കൺസിഡർഡ് ദ മാനിഫെസ്റ്റോ ഓഫ് ഇംഗ്ലീഷ് റൊമാൻറ്റിക് ക്രിറ്റിസിസം. ദ വോളിയം വാസ് ഗ്രീറ്റഡ് വിത്ത് ഹോസ്റ്റിലിറ്റി ബൈ ക്രിറ്റിക്സ്. പക്ഷേ ക്രിറ്റിക്സിൽ നിന്ന് ഫേവറബിൾ ആയ റിവ്യൂസ് അല്ല ലിറിക്കൽ ബാലൻസ് കൈപ്പറ്റിയത്. ഫസ്റ്റ് എഡിഷൻ 1798 അതിനൊപ്പം ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റഡ് ദാറ്റ്, ആ അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞു ദീസ് പോംസ് വെർ എക്സ്പെരിമെന്റ്സ്. സോ 1798 എഡിഷൻ ഒപ്പം തന്നെ പറഞ്ഞിരുന്നു ഈ കവിതകളെല്ലാം തന്നെ പരീക്ഷണങ്ങളായിരുന്നു. എക്സ്പെരിമെന്റ്സ് റിട്ടൺ ചീഫ്ലി to ascertain how far the language of conversation of the middle and lower class of society is adapted to the purpose of poetic pleasure. പ്രിഫസ് ആഡ് ചെയ്തത് സെക്കൻഡ് എഡിഷനിലാണ്, അത് 1800ലാണ് പ്രിഫസ് ആഡ് ചെയ്യപ്പെടുന്നത്. 19 കവിതകൾ വേർഡ്സ്വർത്ത് എഴുതി, 4 കോൾറിഡ്ജ്. സോ ആദ്യമേ ഇത് വന്നപ്പോഴത്തേക്ക് ഏകദേശം 23 കവിതകൾ ഉണ്ടായിരുന്നു. അതിൽ 19 വേർഡ്സ്വർത്തും 4 കോളറിഡ്ജ്. ഫസ്റ്റ് പോം, അതിൽ ആദ്യത്തെ കവിത ഏൻഷ്യൻ മാനർ ആയിരുന്നു. കൺക്ലൂഡിംഗ് പീസ് ടിൻറ്റേൺ ആബി എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യത്തത് ഏൻഷ്യൻ മാനറും കൺക്ലൂഡിംഗ് പീസ് ടിൻറ്റേൺ ആബിയുമായിരുന്നു. ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് അബൌട്ട് ടിൻറ്റേൺ ആബി ഓൺ റീവിസിറ്റിംഗ് ദ ബാങ്ക്സ് ഓഫ് വൈറ്റ് ഡ്യൂറിംഗ് എ ടു ജൂലൈ 13, 1798. ടിൻറ്റേൺ ആബി എന്ന കവിതയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. 5 years have passed since he last visited this location. 5 വർഷം മുൻപാണ് അദ്ദേഹം അവസാനമായിട്ട് ആ ലൊക്കേഷൻ വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ he is accompanied by his sister Dorothy. ഡൊറോത്തിക്കൊപ്പമാണ് അദ്ദേഹം ടിൻറ്റേൺ ആബിയിൽ വന്നിരിക്കുന്നത്. ഷോസ് ദ ഡെവലപ്മെന്റ് ഓഫ് വേർഡ്സ്വർത്ത് ആറ്റിറ്റ്യൂഡ് ടു നേച്ചർ. പ്രകൃതിയോടുള്ള അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. 3 സ്റ്റേജിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ടായിരുന്നു. സ്റ്റേജ് 1, ദ ആനിമൽ പ്ലഷേഴ്സ് ഓഫ് ചൈൽഡ്ഹുഡ്. സ്റ്റേജ് 2, ദ അഡോളസെന്റ് പാഷൻ ഫോർ വൈൽഡ് ആൻഡ് ഗ്ലൂമി. സ്റ്റേജ് 3, അവേർനെസ് ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ആ പെർസെപ്ഷൻ ഓഫ് നാച്ചുറൽ വേൾഡ് ആൻഡ് എ ഹ്യൂമൻ ആൻഡ് മോറൽ വേൾഡ്. ഈ 3 സ്റ്റേജുകളും ഒന്ന് കൃത്യമായി ഓർത്തു വെക്കേണ്ടതാണ്. The 3 stages described by Wordsworth correspond to those described by M.H. Abrams in the essay Structure and Style in the Greater Romantic Lyric. So Wordsworth പറയുന്ന ഈ 3 സ്റ്റേജുകൾ it clearly correspond to those described by M.H. Abrams. M.H. Abramsന്റെ essay ആയ Structure and Style in the Greater Romantic Lyric അതിൽ പറയുന്ന സ്റ്റേജസുമായിട്ട് കൃത്യമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ദ പ്രല്യൂഡ്. അതൊരു സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി എന്ന് പറയാം. ശ്രദ്ധിക്കുക, ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി എന്ന് പറയാം. റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ് ബിറ്റ്വീൻ ദ ഇയേഴ്സ് 1798 ആൻഡ് 1805. 1798നും 805നും ഇടയ്ക്ക് എഴുതിയ ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫിയാണ്. പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി ഇൻ 1850. സബ് ടൈറ്റിൽഡ്. സോ പ്രല്യൂഡിന്റെ സബ് ടൈറ്റിൽ ഇതാണ്, ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ്. ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ്. Prologue to the unfinished poem, The Recluse, which he did not complete. Another portion of Recluse. Recluse എന്ന് പറയുന്ന ഒരു അൺഫിനിഷ്ഡ് ലോങ് പോം ഉണ്ടായിരുന്നു, അദ്ദേഹം എഴുതി തീർത്തില്ല. അതിന്റെ മറ്റൊരു പോർഷൻ അദ്ദേഹം ദ എക്സ്കർഷൻ എന്ന പേരിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു. സോ ശ്രദ്ധിക്കുക, Prologue to the unfinished long poem Recluse, which he did not complete. പക്ഷേ റെക്ലൂസിന് തന്നെ മറ്റൊരു പോർഷൻ അദ്ദേഹം എക്സ്കർഷൻ എന്ന പേരിൽ വേറെ പബ്ലിഷ് ചെയ്യുകയായിരുന്നു. അഡ്രസ് ടു കോൾറിഡ്ജ്. സോ പ്രല്യൂഡ് ഇസ് അഡ്രസ് ടു കോൾറിഡ്ജ്. അതിനെ നമുക്ക് പോം ടു കോൾറിഡ്ജ് എന്നും പറയാറുണ്ട്. പ്രസന്റ് ടൈറ്റിൽ സജസ്റ്റഡ് ബൈ. നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ടൈറ്റിൽ സജസ്റ്റ് ചെയ്തത് മേരി വേർഡ്സ്വർത്ത് ആണ്. when the poem was published. The Recluse was intended to be an epic. ശരിക്കും ഈ റെക്ലൂസ് ആ കവിത എഴുതി തുടങ്ങിയപ്പോൾ ഒരു എപ്പിക് പോം ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. that would surpass Paradise Lost. പാരഡൈസ് ലോസ്റ്റിനെ എല്ലാ സ്കെയിലിലും ഇല്ലാതാക്കുന്ന, അല്ലെ അതിനേക്കാൾ മികച്ച രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു കവിതയായിട്ടാണ് പ്ലാൻ ചെയ്തത്. It offers remarkable insight into childhood experiences. Lucy Poems, a series of 5 poems written between 1798 and 1801. 1798നും 1801നും ഇടയ്ക്ക് അദ്ദേഹം എഴുതിയ ഒരു 5 കവിതകളാണ് ലൂസി പോംസ് എന്ന് പറയുന്നത്. അതിന്റെ പേരുകൾ നമുക്ക് നോക്കാം. Strange fits of passion have I known. 2, She dwelt among the untrodden ways. 3, I travelled among unknown men. 4, 3 years she grew in sun and shower. 5, A slumber did my spirit seal. ഇത് 5 ആണ് അദ്ദേഹത്തിന്റെ ലൂസി പോംസ് എന്ന് പറയുന്നത്. വേർഡ്സ്വർത്ത് ഡിഡ് നോട്ട് കൺസീവ് ഓഫ് ദം ആസ് എ ഗ്രൂപ്പ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് പോംസ് ആയിട്ടല്ല അദ്ദേഹം കൺസീവ് ചെയ്തത്. ആസ് എ സീരീസ് ദേ ഫോക്കസ് ഓൺ ദ പോട്ട്സ് ലോങ്ങിങ് ഫോർ ദ കമ്പനി ഓഫ് ഹിസ് ഫ്രണ്ട് കോൾറിഡ്ജ് ആൻഡ് ഓൺ ഹിസ് ഇൻക്രീസിംഗ് ഇംപേഷ്യൻസ് വിത്ത് സിസ്റ്റർ ഡൊറോത്തി. പക്ഷെ എന്താണ് ഈ 5 കവിതകളിലെയും സിമിലർ ആയുള്ള ഒരു പോയിന്റ് എന്താണ്? കോമൺ ആയ ഒരു അംശമുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കവിതകളിലും ഇറ്റ് ഫോക്കസസ് ഓൺ ദ പോട്ട്സ് ലോങ്ങിങ് ഫോർ ദ കമ്പനി ഓഫ് ഹിസ് ഫ്രണ്ട് കോൾറിഡ്ജ്. കോൾറിഡ്ജിന്റെ സാന്നിധ്യം, കോൾറിഡ്ജിന്റെ സൗഹൃദം ആഗ്രഹിക്കുന്ന വേർഡ്സ്വർത്തിനെ നമുക്ക് കാണാം. അതോടൊപ്പം ഹിസ് ഇംപേഷ്യൻസ് വിത്ത് ഹിസ് സിസ്റ്റർ ഡൊറോത്തി.
ഡൊറോത്തി എന്ന് പറയുന്ന തന്നെ സഹോദരിയുള്ള ഒരു ഇംപേഷ്യൻസും നമുക്ക് ഈ കവിതകളിൽ കാണാൻ സാധിക്കും. സോ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാറുണ്ട്. ഈ വരാൻ പോകുന്ന ജൂൺ പരീക്ഷയിൽ നിങ്ങൾ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നെറ്റ് കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ മാത്രമല്ല, എക്കണോമിക്സ്, കൊമേഴ്സ്, മാനേജ്മെന്റ്, ഫിസിക്സ്, ജനറൽ പേപ്പർ, ഇത്രയും കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അനവധി ഫീച്ചേഴ്സുമായിട്ടാണ് ഈ കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ്, മെന്റർഷിപ്പ് ഫോർ JRF, 200-ൽ പരം വീഡിയോസ് ആണ്. ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ 200-ൽ പരം വീഡിയോസ് ആണ്. ഏകദേശം 90+ അവേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് മാത്രം ലഭിക്കുന്നത്. 2000-ൽ പരം പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഒപ്പം 1 ഇയർ വാലിഡിറ്റി ആണ് ഓഫർ ചെയ്യുന്നത്. ഇൻ ആപ്പ് എക്സാംസ് ഫോർ ഈച്ച് സബ് ടോപ്പിക്. ഓരോ സബ് ടോപ്പിക്കിനും ഇൻ ആപ്പ് എക്സാംസും ഉണ്ടാവും. സോ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ജൂൺ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കോഴ്സിന്റെ ഭാഗമാകുക. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടാണ് എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ പോയട്രി, ഡ്രാമ എന്നതിലുപരി കൃത്യമായിട്ട് ഓരോ കാലഘട്ടത്തിന്റെ ഓരോ രാജ്യത്തിന്റെയും സാഹിത്യം വേർതിരിച്ചുള്ള ഒരു സിലബസ് വൈസ് ആണ് നമ്മൾ നിങ്ങൾക്ക് കോഴ്സ് ഓഫർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമാകണം. മൈക്കിൾ മറ്റൊരു കവിതയാണ്. 1800-ൽ എഴുതപ്പെട്ടതാണ്. റിട്ടൺ ഇൻ 1800 ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ 1800 എഡിഷൻ ഓഫ് ദ ലിറിക്കൽ ബാലൻസ്. ലിറിക്കൽ ബാലൻസിന്റെ 1800 എഡിഷനിൽ ഉൾപ്പെടുത്തിയതാണ്. എ പാസ്റ്ററൽ പോം ഇൻ ബ്ലാങ്ക് വേഴ്സ്. ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയ ഒരു പാസ്റ്ററൽ കവിതയാണ്. ദ ലോൺലി ലൈഫ് ഇൻ ഗ്രാസ്മീർ ഓഫ് ദ ഓൾഡ് ഷെപ്പേർഡ് മൈക്കിൾ ആൻഡ് ഹിസ് വൈഫ്. സോ ഈ കവിത ആരെ കുറിച്ചാണ് പറയുന്നത്? ഒരു ഓൾഡ് ഷെപ്പേർഡായ മൈക്കിളിനെ കുറിച്ച്, മൈക്കിളിന്റെ ഭാര്യയെ കുറിച്ച്. Their beloved son Luke is sent away to a desolate, degenerate city where he disgraces himself and disappears. അവരുടെ മകനെ കാണാതാവുന്നതും, മൈക്കിൾ ഡൈസ് ഇൻ ഗ്രീഫ്, ഹിസ് ഫാം ലൈസ് ഇൻ റൂയിൻസ്. ഒടുവിൽ മൈക്കിളിന്റെ മരണവും മൈക്കിളിന്റെ ഫാം നശിക്കുന്നതും ഒക്കെയാണ് ഈ കവിതയുടെ ഇതിവൃത്തം. അപ്പോൺ ദിയർ റിട്ടേൺ ടു ഇംഗ്ലണ്ട് ഇൻ 1799, 1799 ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം വേർഡ്സ്വർത്തും ഡൊറോത്തിയും ഹച്ചിൻസൺസിനെ മീറ്റ് ചെയ്യാനായിട്ട് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോകുന്നുണ്ട്. ദേ സെറ്റിൽ ഡൗൺ ഇൻ ഡോവ് കോട്ടേജ് ഇൻ ദ നെയ്ബറിംഗ് വില്ലേജ് ഓഫ് ഗ്രാസ്മീർ. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെ നെയ്ബേഴ്സ് ആയിട്ട് ആരുണ്ട്? നിയർ ബൈ ലിവ്ഡ് റോബർട്ട് സദേ ആൻഡ് കോൾഡ്രിഡ്ജ് ഫാമിലി. കോൾഡ്രിഡ്ജിന്റെ കുടുംബവും റോബർട്ട് സദേയും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ സെറ്റിൽ ടുഗദർ ഹിയർ. ഇവിടെ വെച്ചിട്ടാണ് വേർഡ്സ്വർത്തിനും കോൾഡ്രിഡ്ജിനും സദേയ്ക്കും ലേക്ക് പോയറ്റ്സ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ വീഴുന്നത്. സോ അപ്പോൾ ആ ഒരു ചരിത്രം പിടികിട്ടിയല്ലോ. നെക്സ്റ്റ് വി ഹാവ് ഇമ്മോർട്ടാലിറ്റി ഓഡ്. റിട്ടൺ വൈ ലിവിങ് അറ്റ് ഗ്രാസ്മീർ. ഗ്രാസ്മീറിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്താണ് ഈ കവിത രചിക്കുന്നത്. അതിന്റെ മുഴുവൻ ടൈറ്റിൽ ഇങ്ങനെയാണ് കേട്ടോ. ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റിക്കളക്ഷൻസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്. ഇതൊരു ഇറഗുലർ ഓഡാണ്. ഇൻസ്പയർഡ് ബൈ ദ റിട്രീറ്റ്. റിട്രീറ്റ് എന്ന് പറയുന്ന കവിതയുടെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. പ്രൊഫൗണ്ട് എക്സ്പ്ലോറേഷൻ ഓഫ് ദ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഓഫ് ദ നാച്ചുറൽ വേൾഡ്. ഇറ്റ്സ് ഗ്രാജുവൽ ഫേഡിംഗ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് കോമൺ ഡേ. കൺസലേഷൻ ഓഫ് മെച്യൂരിറ്റി വെൻ men can still retain shadowy recollections of former glory. Affirmation of the poet's faith in the philosophical mind and the human heart. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡിന്റെ ഒരു നഷ്ടബോധമാണ്, ആ ഒരു നൊസ്റ്റാൾജിയാണ് ഈ കവിതയിൽ വേർഡ്സ്വർത്ത് മുന്നോട്ട് വെക്കുന്നത്. In 1843 Sade died and Wordsworth succeeded him as poet laureate. ശ്രദ്ധിക്കുക, 1843-ലാണ് വേർഡ്സ്വർത്ത് പോയറ്റ് ലോറേറ്റ് ആവുന്നത്. ബൈറൺ in English bards and Scotch reviewers mocked Wordsworth as being simple and dull. And Keats distrusted his egotistical sublime. സോ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന വിമർശനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ബൈറൺ ഇംഗ്ലീഷ് ബാർഡ്സ് ആൻഡ് സ്കോച്ച് റിവ്യൂസിൽ വേർഡ്സ്വർത്തിനെ കളിയാക്കി. എന്തെന്നും പറഞ്ഞു? ആസ് ബീങ് സിമ്പിൾ. വേർഡ്സ്വർത്ത് സോ സിമ്പിൾ ആൻഡ് ഡൾ. കീറ്റ്സ് distrusted his egotistical sublime. In the poem The Lost Leader എന്ന കവിതയിൽ റോബർട്ട് ബ്രൗണിംഗ് accused that. റോബർട്ട് ബ്രൗണിംഗ് ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. accused that Wordsworth had betrayed his youthful ideas. വേർഡ്സ്വർത്ത് പ്രചരിപ്പിച്ച പല ആശയങ്ങളെയും അദ്ദേഹം തന്നെ വഞ്ചിച്ചിട്ടുണ്ടെന്നാണ് റോബർട്ട് ബ്രൗണിംഗ് ചൂണ്ടിക്കാണിക്കുന്നത്. However, Matthew Arnold and John Stuart Mill venerated him. പക്ഷെ എന്നിരുന്നാലും മാത്യു ആർണൾഡിനും ജോൺ സ്റ്റുവർട്ട് മില്ലിനും വലിയ ആരാധനയായിരുന്നു വേർഡ്സ്വർത്ത് എന്ന വ്യക്തിയോട്. വേർഡ്സ്വർത്ത് died of pleurisy on 23rd April 1850. അദ്ദേഹം മരിച്ച വർഷം ഓർത്തു വെക്കുക, 1850 23rd April. അദ്ദേഹത്തെ ബറി ചെയ്തിരിക്കുന്നത്, അടക്കിയിരിക്കുന്നത് സെയിന്റ് ഓസ്വാൾഡ്സ് ചർച്ച് ഗ്രാസ്മീറിലാണ്. His lengthy autobiographical poem to Coleridge was published as The Prelude after his death. നമ്മൾ നേരത്തെ ഈ കാര്യം പറഞ്ഞിരുന്നു. പ്രല്യൂഡ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പോം ടു കോൾറിഡ്ജ് പബ്ലിഷ് ചെയ്ത് വരുന്നത് 1850 അദ്ദേഹത്തിന്റെ മരണശേഷമാണ്. സോ പോം ടു കോൾറിഡ്ജ് ആണ് ദ പ്രല്യൂഡ് ആയിട്ട് പബ്ലിഷ് ചെയ്ത് വരുന്നത്, അതും അദ്ദേഹത്തിന്റെ മരണശേഷം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം ഇപ്പോൾ കുറച്ച് കാലഘട്ടങ്ങളായി നമ്മൾ ഒന്ന് ആ പരീക്ഷകളുടെ രീതി നോക്കുമ്പോഴത്തേക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടുതലും ക്രൊണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങൾ,
വർഷങ്ങൾ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ, അത്തരം ചോദ്യങ്ങൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന കോംപ്ലക്സ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലും നെറ്റ് പരീക്ഷയ്ക്ക് കാണാറുള്ളത്. സോ നിങ്ങൾ കഴിയുന്നത്ര മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ടീം കോമ്പറ്റീവ് ക്രാക്കർ ഞങ്ങളുടെ ആപ്പിലും വെബ്സൈറ്റിലും ഫ്രീ മോക്ക് ടെസ്റ്റ് സീരീസുകൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആപ്പിലോ വെബ്സൈറ്റിലോ കയറി മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. യു ക്യാൻ ടെസ്റ്റ് യുവർ നോളജ്. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ പഠിത്തം എവിടെ നിൽക്കുകയാണെന്നുള്ള രീതിയിൽ അറിയാൻ നിങ്ങളത് സഹായിക്കും. ഒപ്പം ഞങ്ങൾക്കൊരു ഫ്രീ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ, കൂടുതൽ സ്റ്റഡി ടിപ്സ്, മെറ്റീരിയൽസിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അപ്ഡേറ്റ്സ് അറിയാൻ ഞങ്ങൾക്കൊരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കും, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ സാധിക്കും. വരാൻ പോകുന്ന ലൈവുകൾ, വരാൻ പോകുന്ന ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സ്, അത്തരം കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാവും. ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ എല്ലാം തന്നെ ആ ഗ്രൂപ്പിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ സാധിക്കും. സോ ജോയിൻ അവർ ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ആൻഡ് കഴിയുന്നത്ര മോക്ക് ടെസ്റ്റുകൾ ആപ്പിൽ കയറി നിങ്ങൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആയിട്ട് വരുത്തതേ ഉള്ളൂ. വേർഡ്സ്വർത്ത് പെട്രാർക്കൻ സോണറ്റ്. വേർഡ്സ്വർത്ത് കുറച്ച് പെട്രാർക്കൻ സോണറ്റുകൾ എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാം. റിട്ടൺ മോസ്റ്റ്ലി ഇൻ ദ 1800s. 1800s കൂടുതലും കവിതകൾ അത്തരം എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഓഫേഴ്സ് ക്രിറ്റിസിസം ഓഫ് ദ ഡെക്കേഡ് ആൻഡ് മെറ്റീരിയലിസം ഓഫ് ഹിസ് ടൈം. പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ വേൾഡ് ഇസ് ടു മച്ച് വിത്ത് us, ലണ്ടൻ 1802, ഇറ്റ്സ് എ ബ്യൂട്ടിയസ് ഈവനിങ്, കമ്പോസ്ഡ് അപ്പോൺ വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജ്. ഇത് നാലുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്രാർക്കൻ സോണറ്റ്സ്. റെസല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. ഈ കവിതയ്ക്ക് ഒരു ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ ഉണ്ട്. Describes the poets meeting of a leech gatherer in Barton Fell. ഇതിന്റെ ഒറിജിനൽ ടൈറ്റിൽ ലീച്ച് ഗ്യാദർ എന്നാണ്. സോ റെസല്യൂഷൻ ഇൻഡിപെൻഡൻസ് അതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ടൈറ്റിലാണ്. റെഫേഴ്സ് ടു ദ പോയറ്റ് ചാറ്റർട്ടൺ. ശ്രദ്ധിക്കുക, ഈ കവിതയിലാണ് ചാറ്റർട്ടൺ എന്ന കവിയെ ദ മാർവലസ് ബോയ്, ദ സ്ലീപ്ലെസ് സോൾ ദാറ്റ് പെരിഷ്ഡ് ഇൻ ഹിസ് പ്രൈഡ് എന്ന് വിവരിക്കുന്നത്. ശ്രദ്ധിക്കണം, അത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഈ കവിതയിലാണ് വേർഡ്സ്വർത്ത് ചാറ്റർട്ടനെ റെഫർ ചെയ്യുന്നത് ആസ് ദ മാർവലസ് ബോയ്, ദ സ്ലീപ്ലെസ് സോൾ ദാറ്റ് പെരിഷ്ഡ് ഇൻ ഹിസ് പ്രൈഡ്. വേർഡ്സ്വർത്ത് ആസ് എ ക്രിട്ടിക്. വേർഡ്സ്വർത്ത് ഒരു കവി മാത്രമല്ല, മികച്ച ഒരു നിരൂപകൻ കൂടിയാണ്. ക്രിറ്റിസിസം കംപ്രൈസസ്. എവിടെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം നമുക്ക് കാണാൻ സാധിക്കും? ഒന്ന്, അഡ്വർടൈസ്മെന്റ് ടു ദ ലിറിക്കൽ ബാലൻസ്. 1790 അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം കാണാം. അതുപോലെ തന്നെ പ്രിഫസ് ടു ലിറിക്കൽ ബാലൻസ് 1800 എഡിഷൻ വാസ് അക്കമ്പനിഡ് ബൈ എ പ്രിഫസ്. അവിടെയും നമുക്ക് അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം കാണാൻ സാധിക്കും. പ്രിഫസ് ടു ലിറിക്കൽ ബാലൻസ് 1802. പ്രിഫസ് ഇസ് ഇൻ ദ നേച്ചർ ഓഫ് എ ഡിഫൻസ് ഓഫ് ദ തിയറി ദാറ്റ് poetry must be written in the real language of men when in a state of vivid sensation. ശ്രദ്ധിക്കുക, അദ്ദേഹം പറയുന്ന പൊയറ്റിക് ഡിക്ഷൻ എങ്ങനെയായിരിക്കണം? കവിതകൾ എഴുതപ്പെടേണ്ടത് സാധാരണ മനുഷ്യരുടെ യഥാർത്ഥ ഭാഷയിലായിരിക്കണം. His poems were a revolt against the artificial poetic diction popular in the 18th century. 18ാം നൂറ്റാണ്ടിലെ പൊയറ്റിക് ഡിക്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ റിജിഡ് ആയിരുന്നു, വളരെ ഫോർമൽ ആയിരുന്നു, വളരെ ആർട്ടിഫിഷ്യൽ ആയിരുന്നു. സോ അത്തരം കൺവെൻഷൻസിൽ നിന്ന് കവിതകളെ രക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ സാധാരണ ഭാഷയിൽ വേണം കവിതകൾ രചിക്കാൻ. അദ്ദേഹത്തെ സംബന്ധിക്കുന്ന പോയട്രിയെ കുറിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് അറിയാലോ. ബ്രെത്ത് ആൻഡ് ഫൈനൽ സ്പിരിറ്റ് ഓഫ് ഓൾ നോളേജ്, അതുപോലെ ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്. അദ്ദേഹത്തിന്റെ വളരെ വിശ്വപ്രസിദ്ധമായ രണ്ട് കോട്ടുകളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അദ്ദേഹം സബ്ജക്റ്റ് ഓഫ് പോയട്രി, പോയട്രിയുടെ സബ്ജക്ട്സ് എങ്ങനെയായിരിക്കണം, അതിന്റെ ഡിക്ഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. The materials of poetry can be found in every subject which can interest the human mind. The subject of poetry must be incidents and situations from common life. ശ്രദ്ധിക്കുക, ഇതാണ് കീവേഡ്, കോമൺ ലൈഫ്. കോമൺ ലൈഫിൽ നിന്ന് വേണം ഒരു പൊയട്രിക്ക് വേണ്ട ഇൻസിഡൻസും സിറ്റുവേഷൻസും നമ്മൾ എടുക്കാൻ. അല്ല നമുക്കറിയാത്ത എക്സ്ട്രാordinary ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ല, വളരെ സാധാരണമായ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളെ നിങ്ങൾ പൊയട്രിയിലേക്ക് കൊണ്ടുവരും. വേർഡ്സ്വർത്ത് drew the themes from humble rustic life in his own poetry. അദ്ദേഹത്തിന്റെ കവിതകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തീംസ് വെർ ഡ്രോൺ ഫ്രം ഹംബിൾ റസ്റ്റിക് ലൈഫ്, വില്ലേജ് ലൈഫിനെ കുറിച്ചായിരുന്നു കൂടുതലും തീംസ് അദ്ദേഹത്തിന്. ഹി അസേർട്ടഡ് ദാറ്റ് ഓർഡിനറി തിങ്സ് ഷുഡ് ബി പ്രസന്റഡ് ഇൻ ആൻ അൺയൂഷ്വൽ ആസ്പെക്ട്. സാധാരണ കാര്യങ്ങളെ അസാധാരണമായി നിങ്ങൾ അവതരിപ്പിക്കൂ. പക്ഷെ സാധാരണ കാര്യങ്ങൾ, അതായത് സാധാരണ മനുഷ്യന്റെ സാധാരണ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങൾ എടുക്കൂ, എന്നിട്ട് അത് അസാധാരണമായി അവതരിപ്പിക്കൂ എന്നാണ് വേർഡ്സ്വർത്ത് പറഞ്ഞത്. ദിസ് വാസ് അഗെയിൻസ്റ്റ് ദ അർബൻ ടോൺ ഓഫ് അഗസ്റ്റൻ പോയട്രി ഓഫ് ദ ടൗൺ. സോ അഗസ്റ്റൻ പോയട്രി ഓഫ് ദ ടൗൺ, ഒരു അഗസ്റ്റൻ പോയട്രിയുടെ കൺവെൻഷൻസിന് നേർ വിപരീതമായ ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസത്തിൽ കൈക്കൊണ്ടത്. സോ ഇതോടുകൂടി വില്യം വേർഡ്സ്വർത്തുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വില്യം വേർഡ്സ്വർത്തും റൊമാൻറ്റിക് ഏജും. വില്യം വേർഡ്സ്വർത്തിനെ സംബന്ധിക്കുന്ന പ്രധാന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വർക്ക്സ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം എല്ലാം തന്നെ നമ്മൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.